ഗുഡൻ ടാഗ്, ഇറ്റ്സ് അഗെയിൻ ആൻമരിയ. ആൻഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദസിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്തുള്ള കേസ് വരെ പഠിച്ചായിരുന്നു. ആൻഡ് നമ്മൾ ഇന്ന് അതിൻ്റെ ബാക്കിയാണ് പഠിക്കുന്നത്. ആൻഡ് കേസസ് ഇൻ ദസ് clauses thus itself does not change with case, but the nouns and pronouns inside the thus clause follows normal case rules. ഒരു ദസ് എന്ന് പറയുന്ന നേബൻസാറ്റ്സ് കൊണക്ടോർ ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നൗൺസ് ആൻഡ് പ്രൊനൗൺസ് എന്തിൻ്റെ റൂൾസിനെ ഫോളോ ചെയ്യും? ദസിൻ്റെ റൂൾസിനെ ഫോളോ ചെയ്യും. ഓക്കെ, ദസിൻ്റെ റൂൾ എന്ന് പറയുന്നത് ദസ് കഴിഞ്ഞ സബ്ജക്റ്റ് ആൻഡ് എന്താ നമ്മൾ എന്തെങ്കിലും ബാക്കി ഒബ്ജക്റ്റോ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റോ അവിടെ പോസസീവോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ് വെർബ് കോൺജുഗേറ്റ് ചെയ്തിടും. ആൻഡ് എല്ലാ കേസുകൾക്കും ഈ റൂള് ഒരേപോലെ എന്താണ്? സെയിം ആണ്. യാ. ആൻഡ് നോമിനാറ്റീവ് കേസ്. സബ്ജക്റ്റ് ഓഫ് ദ ദസ് ക്ലോസ് ഇഷ് വൈസ് ദസ് എർ നെറ്റ് ഈസ്റ്റ് ഐ നോ ദാറ്റ് ഹീ ഈസ് നൈസ്. ആൻഡ് ദസ് കഴിഞ്ഞുള്ള എറാണ് അവിടെ എന്ത്? നോമിനാറ്റീവ്. നമ്മൾ സാധാ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറിൽ കോമ കഴിഞ്ഞ് വരുന്നത് ഒരു സെൻറ്റൻസ് ആണ്. ആൻഡ് അവിടെ ദസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിലാണ് കിടക്കുന്നത്. ആൻഡ് സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ എന്തിനെയാണ് ഇട്ട് പഠിച്ചിരുന്നത്? വെർബിനെയാണ്. ബട്ട് ഇതൊരു കൊണക്ടോറൻ ആഡ് ചെയ്യുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അറ്റ് ദ എൻഡിൽ എന്ത് വരുന്നു? കോൺജുഗേറ്റ് ചെയ്ത വെർബ് വരുന്നു. Second, accusative case. Direct object in the thus clause. Sie glaubt, dass ich ihn liebe. She believes that I love him. In, him, accusative case. ഇവിടെ ഈൻ എന്ന് പറയുന്നതാണ് എന്ത്? അക്യുസാറ്റീവ് കേസായിട്ട് വരുന്നത്. നോമിനാറ്റീവ് കേസ് പോലെ തന്നെ നമുക്ക് അക്യുസാറ്റീവ് കേസിലും എന്ത്? സെൻറ്റൻസ് സ്ട്രക്ചറിങ് ഉണ്ട്. സാധാരണ നമ്മളൊരു സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യുവാണെങ്കിൽ നോമിനാറ്റീവ്, വെർബ്, അക്യുസാറ്റീവ്. യാ, അതാണ് നമ്മുടെ അക്യുസാറ്റീവിൻ്റെ സ്ട്രക്ചർ വരുന്നത്. എന്താ? സബ്ജക്റ്റ്, വെർബ് വിത്ത് കോൺജുഗേഷൻ, ദെൻ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അങ്ങനെ വരുന്ന കേസാണ് നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചറിങ്. പക്ഷേ ഒരു നേബൻസാറ്റ്സ് കൊണക്ടോറിനായ ദസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചറിങ് മാറും. ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ അക്യുസാറ്റീവ് കേസ് ഡയറക്റ്റ് വരും. വെർബ് എൻ്റെയിൽ കോൺജുഗേറ്റ് ചെയ്ത് വേണം ദസിൻ്റെ കാര്യത്തിൽ ഇടാൻ. Third case, dative case. Indirect object in the thus clause. Ich hoffe, dass sie mir hilft. I hope that she helps me. Mir, to me, dative. യാ, നോമിനാറ്റീവിനും അക്യുസാറ്റീവിനും ഉള്ളതുപോലെ തന്നെ എന്തിനും സെൻറ്റൻസ് സ്ട്രക്ചറിങ് ഉണ്ട്, ഡാറ്റീവിനും ഉണ്ട്. നമ്മളൊരു സാധാ സെൻറ്റൻസ് സ്ട്രക്ചറിങ് പറയുവാണെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഡാറ്റീവ്, അക്യുസാറ്റീവ്. ഇതാണ് ഡാറ്റീവ് കേസ് വരുന്ന ഒരു സെൻറ്റൻസ് സ്ട്രക്ചറിങ്. പിന്നെ ഡാറ്റീവും അക്യുസാറ്റീവും ഒരു സെൻറ്റൻസിൽ ഒരുമിച്ച് വരികയാണെങ്കിൽ ഡാറ്റീവിന് വേണം പ്രയോറിറ്റി കൊടുക്കാൻ. വെർബ് കഴിഞ്ഞിട്ട് ഡാറ്റീവ് വേണം നമ്മൾ ഇടാനായിട്ട്. ആൻഡ് ഒരു നേബൻസാറ്റ്സ് കൊണക്ടോറൻ എന്ന നിലയ്ക്ക് ദസ് വന്നു കഴിഞ്ഞാൽ വെർബ് എവിടെ പോകണം? അമ്മൻ്റെയിൽ പോകണം. അതുകൊണ്ടാണ് നമ്മുടെ എക്സാമ്പിളിൽ വെർബ് അമ്മൻ്റെയിൽ പോയേക്കുന്നത്. Ich hoffe, dass sie mir hilft. Mir means to me. Let's now look at thus clauses in the present, perfect and future tenses. The tense of the main sentence and the tense of the thus clause can differ. Let's break it down clearly. Thus clause വരുന്ന സെൻറ്റൻസിൽ പ്രസൻസ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഇതിൻ്റെയൊക്കെ സെൻറ്റൻസ് സ്ട്രക്ചറിങ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോപ്സാറ്റ്സും നേബൻസാറ്റ്സും രണ്ട് ഡിഫറെൻറ്റ് ടെൻസിൽ നിൽക്കാൻ കഴിയും. നമുക്കതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. ഫസ്റ്റ്, പ്രസൻറ്റ് ടെൻസ്, പ്രസൻസ്. മെയിൻ ക്ലോസ് പ്രസൻറ്റ് പ്ലസ് ദസ് പ്ലസ് സബോർഡിനേറ്റ് ക്ലോസ് പ്രസൻറ്റ്. ഇഷ് വൈസ് ദസ് എർ മ്യൂഡെ ഇസ്റ്റ് ഐ നോ ദാറ്റ് ഹീ ഈസ് ടയേർഡ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹോപ്സാറ്റ്സും നേബൻസാറ്റ്സും ഏത് ടെൻസിലാണ്? പ്രസൻസ് ടെൻസിലാണ്. ആൻഡ് നമുക്ക് നോക്കേണ്ടത് നേബൻസാറ്റ്സ് ആണ്. കാരണം ദസ് എന്ന് പറയുന്ന ഒരു നേബൻസാറ്റ്സ് കൊണക്ടോറിനാണ്. ആൻഡ് ദസ് എർ മ്യൂഡെ ഇസ്റ്റ് ഹീ ഈസ് ടയേർഡ്
അവിടെ നമ്മുടെ സബ്ജക്റ്റ്, ദെൻ മ്യൂടെ ടയേർഡ്, എറിനനുസരിച്ച് വെർബ് കോൺജുഗേറ്റ് ചെയ്ത അമ്മേൻ്റെ ഇസ്റ്റ്. സെക്കൻഡ് വൺ ഈസ് past tense perfect used to describe past events. In a thus clause, the helping verb haben or sein comes at the very end after the participes y. Structure thus plus subject plus object plus participes y plus helping verb haben or sein with the conjugation. Example: sie denkt, das ist nach Hause gegangen bin. Yeah. നമ്മുടെ പാസ്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ സബ്ജക്റ്റ്, സെക്കൻഡ് പൊസിഷൻ ഹാബൻ അല്ലെങ്കിൽ സൈൻ. ഹാബൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മൂവ്മെൻ്റ് ഇല്ലാത്ത വെർബുകളുടെ കൂട്ടത്തിലും സൈൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മൂവ്മെൻ്റ് ഉള്ള വെർബുകളുടെ കൂട്ടത്തിലും. ആൻഡ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ ആഡ് ചെയ്യുക. ദെൻ അറ്റ് ദ എൻഡ് നമ്മൾ എന്ത് ചെയ്യും? പെർഫെക്റ്റിൻ്റെ പാർട്ടിസിപ്സ് വഴി ആഡ് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു നേബൻസൈറ്റ്സ് കൊണക്ടോറൻ വന്നതുകൊണ്ട്, ദസ് വന്നതുകൊണ്ട് സബ്ജക്റ്റ്, ദെൻ ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ദെൻ പാർട്ടിസിപ്സ് വൈ, ദെൻ അറ്റ് ദ വെരി എൻഡ് ഹാബൻ അല്ലെങ്കിൽ സൈൻ എന്ത് ചെയ്യുക? കോൺജുഗേറ്റ് ചെയ്ത് ഇടുക സബ്ജക്റ്റിനനുസരിച്ച്. ഫൈനൽ ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, futurines used to talk about future or predictions in thus clause. The main verb is in infinitive and werden is at the end. Structure thus plus subject plus object plus infinitive verb plus werden. Example: ich hoffe dass sie morgen kommen wird. I hope that she will come tomorrow. നമ്മൾ ആകെ ഫ്യൂച്ചർ പറയാനായിട്ട് ഇതുവരെ പഠിച്ചേക്കുന്ന ഒരു വെർബ് എന്ന് പറഞ്ഞാൽ വർഡനാണ്. ആൻഡ് വർഡന് എന്തിൻ്റെ അതേ റൂളാണ്? മൊഡാൽ വെർബിൻ്റെ അതേ റൂളാണ്. മൊഡാൽ വെർബിനും വർഡനും സെയിം റൂൾസാണ് സെൻറ്റൻസ് സ്ട്രക്ചറിങ്ങിൽ. സബ്ജക്റ്റ് വർഡൻ കോൺജുഗേറ്റ് ചെയ്ത് ദെൻ ഒബ്ജക്റ്റോ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റോ എന്തെങ്കിലും ഉണ്ട് അത് ആഡ് ചെയ്യുക. ദെൻ അറ്റ് ദ എൻഡിൽ എന്ത് ചെയ്യും? ഇൻഫിനിറ്റി ഫോമിൽ വെർബ് എഴുതും. പക്ഷെ ഇവിടെ ഒരു നേബൻസൈറ്റ്സ് കൊണക്ടോറിനായ ദസ് വന്നു കഴിയുമ്പോൾ ദസ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റോ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റോ ഇടുക. ദെൻ അറ്റ് ദ എൻഡിൽ നമ്മൾ ഇൻഫിനിറ്റി ഫോമിൽ എഴുതുന്ന വെർബ് അതേപടി എഴുതുക. ദെൻ ഇൻഫിനിറ്റീവ് വെർബും കഴിഞ്ഞ് എന്തിനെ ആഡ് ചെയ്യുക? വർഡൻ സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിടുക അറ്റ് ദ എൻഡിൽ. That's all about thus, and I will give more examples at the end of the video, and see you guys at the next video. Cheers.